ടോൾ ബൂത്തുകളിലെ തിരക്ക് കുറയ്ക്കാനും തടസ്സം കൂടാതെയുള്ള യാത്രകൾക്കുമായാണ് ഫാസ്ടാഗ് സംവിധാനങ്ങൾ നടപ്പിലാക്കിയത്. ദിനംപ്രതി വാഹനങ്ങൾ വർദ്ധിച്ചു വരുന്നത് കണക്കിലെടുത്ത് ഫാസ്ടാഗിനെ കൂടുതൽ കാര്യക്ഷമമാക്കാൻ ചില മാറ്റങ്ങളോടെയുള്ള മാർഗനിർദ്ദേശം നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ NPCI നൽകിയിരുന്നു. ഓഗസ്റ്റ് 1 മുതലാണ് ഈ മാറ്റങ്ങൾ നടപ്പിലാക്കാൻ തുടങ്ങുന്നത്. പുതിയ നിയന്ത്രണങ്ങൾ പാലിക്കാത്ത ഫാസ്ടാഗുകളെ ബ്ലാക്ക് ലിസ്റ്റിൽ ചേർക്കാൻ ഇടയുണ്ട്. ടോൾ പ്ലാസകളിലെ തിരക്ക് ലഘൂകരിക്കുകയും ഇലക്ട്രോണിക് ടോൾ പേയ്മെൻറ്റ് നടപടിക്രമങ്ങൾക്ക് വാഹനങ്ങൾ ചിലവഴിക്കുന്ന സമയം കുറയ്ക്കുക എന്നതാണ് പരിഷ്കാരങ്ങളുടെ ലക്ഷ്യം. KYC നോ യുവർ കസ്റ്റമർ വിശദാംശങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക എന്നതാണ് പ്രധാന മാർഗനിർദ്ദേശം. 3 മുതൽ 5 വർഷം വരെയായ ഫാസ്ടാഗ് നിർബന്ധമായും KYC നടപടിക്രമങ്ങൾ പൂർത്തിയാക്കണമെന്നാണ് അറിയിപ്പ്. ഇതിന് ഒക്ടോബർ 31 വരെ സമയമുണ്ടെങ്കിലും ഓഗസ്റ്റ് 1 സമയപരിധിക്കുമിടയിൽ KYC പ്രക്രിയ പൂർത്തിയാക്കിയില്ലെങ്കിൽ ഫാസ്ടാഗ് അക്കൗണ്ടുകൾ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യാൻ കാരണമായേക്കും. 5 വർഷത്തിലേറെ പഴക്കമുള്ള ഫാസ്ടാഗുകൾ മാറ്റി പുതിയത് എടുക്കണമെന്നാണ് മറ്റൊരു സുപ്രധാന നിർദ്ദേശം. അതിനോടൊപ്പം വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ നമ്പരും ഷാസി നമ്പറും ഫാസ്ടാഗുമായി ബന്ധിപ്പിക്കണം. പുതിയ വാഹന ഉടമകൾ ഓഗസ്റ്റ് 1 ശേഷമോ വാങ്ങിയവർ അവരുടെ ഫാസ്ടാഗ് രജിസ്ട്രേഷൻ നമ്പർ ഉപയോഗിച്ച് 90 ദിവസത്തിനുള്ളിൽ അപ്ഡേറ്റ് ചെയ്യണം. ഫാസ്ടാഗ് ഉപയോഗിക്കുന്നവർ അവരുടെ ഡേറ്റാബേസുകൾ പരിശോധിച്ച് ഉറപ്പാക്കുകയും മെച്ചപ്പെട്ട സുരക്ഷയ്ക്കായി വാഹനത്തിൻ്റെയും മുൻഭാഗത്തെയും വശങ്ങളിലെയും ഉയർന്ന നിലവാരമുള്ള ഫോട്ടോകൾ അപ്ലോഡ് ചെയ്യുകയും വേണം.